രാവിലെ തന്നെ നമുക്ക് സിനിമയ്ക്ക് പോയാലോ എന്നറിയാണ്ട് എൻ്റെ വായിൽ നിന്ന് വീണ് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ധൃതി പിടിക്കലായിരുന്നു എൻ്റെ 2 മക്കളും. വാ പോവാം, സിനിമയ്ക്ക് പോവാം. എന്തിനാ? പോപ്കോൺ കഴിക്കാനാണ്, വേറെ ഒന്നിനല്ല. അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടാ. ഈ ഫോൺ ചെവിയിൽ വെച്ചിരിക്കുന്നതുണ്ടല്ലോ, പപ്പേനോട് കംപ്ലൈന്റ് പറയണതാണ് കേട്ടോ. രാവിലെ ഡോണുവിന്റെ വക ഏതപ്പിന് നല്ല മാന്ത് കിട്ടി, മുഖത്ത് തന്നെ നല്ല പോലെ പൊട്ടിയിട്ടും ഉണ്ട് കേട്ടോ. അത് വിളിച്ച് പറയാണ് പപ്പേരുടെ അടുത്ത്, ഡോണു എന്നെ മാന്തി പൊട്ടിച്ചു എന്നൊക്കെ. പറയണ ആൾ എന്തോ ഒരു പാവം, ഡോണുവിനെ മാന്താറുമില്ല, പിച്ചാറുമില്ല, ഒന്നും ചെയ്യാറില്ല. അങ്ങനെ കംപ്ലൈന്റ് ഒക്കെ വിളിച്ച് പറഞ്ഞ് അപ്പാപ്പൻ പോപ്കോൺ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പോപ്കോൺ ഒക്കെ കഴിച്ചു തുടങ്ങി. ഡോൺ ആണെങ്കിൽ കയറിയപ്പോ തുടങ്ങി നല്ല ഉറക്കായിരുന്നു കേട്ടോ. പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതമോനും കിടന്നുറങ്ങിയേ. പിന്നെ പടത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്തോ ഭയങ്കര ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ ഫസ്റ്റും സെക്കൻഡ് വെച്ച് നോക്കുമ്പോൾ ദൃശ്യം 3 ഓക്കെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പടം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ. മുടി വെട്ടി ഒരു കുളി കഴിഞ്ഞതിന് ശേഷമുള്ള കോലം ഉണ്ടോ രണ്ടുപേരുടെയും. അന്ന് ഞാൻ മുടി വെട്ടിയ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പലർക്കും ഞാൻ കൊടുത്ത ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പലരും പറയുന്നുണ്ടായിരുന്നു അവന്മാര് പപ്പയുടെ കൂടെ ആയിരുന്നെങ്കിൽ എത്ര സ്റ്റൈലായിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്ത് നിന്നേനെന്ന്. ശരിയാണ് കേട്ടോ. ഞാൻ പിന്നെ കൂടുതലും മുടി തലയിൽ വെക്കണ്ട, അതായത് വലിയ സ്റ്റൈലൊന്നും വേണ്ട, അത്യാവശ്യം മുടിയൊക്കെ കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കട്ട് കാണിച്ചു കൊടുത്തതും അവർ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരെയും വീട്ടിലാക്കി ഞാനും പപ്പയും കൂടി ഇത് ഇറങ്ങാണ് കേട്ടോ. എനിക്ക് പോണേക്ക് മുമ്പ് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ പപ്പയ്ക്കും 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പപ്പ പോണ വഴിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാം, കഴിയുമ്പോൾ വിളിച്ചാൽ മതി, തിരിച്ച് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഞാനാണെന്നുണ്ടെങ്കിൽ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒന്നാമത് എനിക്ക് ഈ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നത് തീരെ ഇഷ്ടമല്ല. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് തീരെ ഡ്രസ്സ് സെലക്ഷൻ ഇല്ല. ഞാൻ എന്ത് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഫ്ലോപ്പായി പോകും. ഞാൻ മുന്നത്തെ ഏതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് ചാച്ചനാണ് കേട്ടോ. പക്ഷേ ഇത്തവണ എനിക്ക് ഒറ്റയ്ക്ക് പോകാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ഡ്രസ്സുകൾ ട്രയൽ റൂമിൽ പോയി ഇട്ടിട്ട് ഞാൻ ചാച്ചന് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും, ചാച്ച ഇതിൽ ഏതാ വേണ്ടേ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ആള് ലാസ്റ്റ് പറഞ്ഞ് ഇന്നതെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ എടുത്തിട്ട് പോരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജീൻസ് എടുക്കാൻ ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു. അരവണ്ണം കറക്റ്റ് ആവുമ്പോൾ ലെങ്ത്ത് കറക്റ്റ് ആവില്ല, ലെങ്ത്ത് കറക്റ്റ് ആവുമ്പോൾ അരവണ്ണം കറക്റ്റ് ആവില്ല. എൻ്റെ പൊന്നെ തലയ്ക്ക് പ്രാന്തായിപ്പോയി അവസാനം. അങ്ങനെ ഒരു കണക്കിന് കുറച്ച് അരവണ്ണം ലൂസാണെങ്കിലും സാരില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങ് എടുത്തുട്ടാ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് പപ്പനെ വെയിറ്റിംഗ് ആയിരുന്നേ. അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോകുന്നതിൻ്റെ ആയിരിക്കും. അപ്പം അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.